ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ ഏറ്റവും അധികം പാടുന്ന ഒരു ഗാനമാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്നത്. മലയാളികൾക്ക് ഈ ഗാനം വളരെ പരിചിതമാണ്. എന്നാൽ ഈ ലളിതമായ വരികൾക്ക് പിന്നിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മലനിരകളിൽ നടന്ന ചോരയിറ്റുന്ന ഒരു ചരിത്രമുണ്ട് എന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം? ഒരു മനുഷ്യന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെ കഥയാണത്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം ഇന്നത്തെ മേഘാലയയിലെ ഗാരോ കുന്നുകളിൽ ഗോത്രവർഗക്കാർക്കിടയിൽ വെയിൽസിൽ നിന്നുള്ള മിഷണറിമാർ സുവിശേഷവുമായി എത്തി. അക്രമസക്തരായ തലവെട്ടി ഗോത്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ആ നാട്ടുകാർക്കിടയിലേക്ക് കടന്നു ചെല്ലുക എന്നത് ജീവൻ പണയപ്പെടുത്തിയുള്ള ഒരു പോരാട്ടമായിരുന്നു. അവിടെയുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നോക്സങ് എന്ന ഒരാൾ തന്റെ കുടുംബത്തോടൊപ്പം ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. തന്റെ ഗ്രാമത്തിലെ ഒരാൾ മതം മാറിയത് ഗ്രാമത്തലവനെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം നോക്സങ്ങിനെ പരസ്യമായി വിചാരണ ചെയ്തു. ഗ്രാമവാസികൾക്ക് മുന്നിൽ വെച്ച് തലവൻ ഇങ്ങനെ ആജ്ഞാപിച്ചു: നിന്റെ വിശ്വാസം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നിന്റെ മക്കളെ ഞാൻ കൊല്ലും. മരണഭയത്തിന് മുന്നിലും നോക്സങ് പതറിയില്ല. അദ്ദേഹം ഇങ്ങനെ പാടി: ഞാൻ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു, ഇനി ഒരു മടക്കമില്ല എന്നർത്ഥം. ക്രൂരനായ ഗ്രാമത്തലവൻ നോക്സങ്ങിന്റെ മക്കളെ അമ്പെയ്തു കൊന്നു. അടുത്ത ഭീഷണി ഭാര്യയുടെ നേർക്കായിരുന്നു. അപ്പോഴും നോക്സങ് പതറിയില്ല. അദ്ദേഹം ഇങ്ങനെ പാടി: ഭാര്യയും കൊല്ലപ്പെട്ടു. ഒടുവിൽ നോക്സങ്ങിന്റെ കഴുത്തിന് നേരെ വാൾ ഓങ്ങിക്കൊണ്ട് ഗ്രാമത്തലവൻ ചോദിച്ചു: ഇപ്പോഴെങ്കിലും നിനക്ക് നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൂടെ? നോക്സങ്ങിന്റെ അവസാന മറുപടി ഇങ്ങനെയായിരുന്നു: ലോകം എന്റെ പിന്നിലും കുരിശ് എന്റെ മുന്നിലും, ഇനി ഒരു മടക്കമില്ല. നോക്സങ് കൊല്ലപ്പെട്ടു. എന്നാൽ ആ രക്തസാക്ഷിത്വം വെറുതെ ആയില്ല. നോക്സങ്ങിന്റെ ഈ മരണം കണ്ട ഗ്രാമത്തലവന്റെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടായി. ആ ദൈവത്തിന് ഇത്രയേറെ ശക്തിയുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. താമസിയാതെ ഗ്രാമത്തലവൻ ക്രിസ്തുവിനെ തന്റെയും രക്ഷകനായി സ്വീകരിച്ചു. ആ ഗ്രാമം മുഴുവൻ പിന്നീട് ക്രിസ്തുവിൽ വിശ്വസിച്ചു. പിന്നീട് പ്രശസ്ത ഇന്ത്യൻ മിഷണറിയായ സാധു സുന്ദർ സിംഗ് ഈ വരികൾ ക്രമീകരിക്കുകയും 1950-കളിൽ വില്യം ജെ റെയ്നോൾഡ് ഇതിന് ഈണം നൽകി ലോകപ്രശസ്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് അടുത്ത തവണ ഈ പാട്ട് പാടുമ്പോൾ ഓർക്കുക, ഇത് വെറും ഒരു പാട്ടല്ല, സ്വന്തം ചോര കൊണ്ട് ഒരു മനുഷ്യൻ എഴുതിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ ചരിത്രം നിങ്ങൾക്ക് പുതിയൊരു അറിവായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.